ഇതിനേക്കാൾ വലിയ ലഹരി ഇല്ലെന്ന് തന്നെ പറയാം. നമ്മുടെ കുടുംബം അതിനേക്കാൾ വലിയ ലഹരി ഈ ലോകത്ത് വേറെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ ലഹരിയിൽ അടിപ്പെട്ടു പോയ കുട്ടികളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പറയുന്നത് കേട്ടു. ചെറിയ രീതിയിലുള്ള ഒരു ചിക്കൻ കറി, ഇത്തിരി കപ്പയും, കുറച്ച് കൊഞ്ചിപ്പൊടി, പിന്നെ മാങ്ങാച്ചാറും. ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ലഹരി. ഈ ഒരു ലഹരി നമ്മൾ ആഴ്ചയിൽ ഞാനും അമ്മയും കൂടെ ഒരു ദിവസം സെറ്റാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കും. അല്ലാതെ നമുക്ക് ഈ മഡ്മ MDMA കല്ലൊക്കെ അടിച്ചിട്ട് ആ ലഹരിയിലെ പിറകെ പോകേണ്ട ആവശ്യമില്ല, അല്ലേ? എന്തിനാണ് അച്ഛനെയും അമ്മയും വെറുതെ വേദനിപ്പിക്കുന്നത്? എന്തെല്ലാം പ്രതീക്ഷയിലാണ് മക്കളെ വളർത്തുന്ന അച്ഛനും അമ്മയും? അവർ പ്രതീക്ഷ വെച്ചിട്ട് അവരെ തന്നെ കൊന്നു കളയുക, അവരെ അടിച്ച് അവരെ പൈസ മേടിക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വേറെ വാക്കുണ്ട്, നമ്മൾ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രാരാബ്ദവും കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യുവമാരൊന്നും ഇതിന്റെ പറയെ പോകൂല, അല്ലേ? നമ്മളെയൊക്കെ ആവശ്യം ഇങ്ങനെയാണ്. നമുക്ക് എങ്ങനെയും ഈശ്വരെ കടങ്ങളൊക്കെ തീർന്ന് അടിപൊളി ഒരു വീടൊക്കെ വെച്ച് മനസ്സന്മാരുടെ കിടന്ന് ഉറങ്ങണമെന്നാണ്. ഇതാണെങ്കിൽ ഇച്ചിരി കല്ലും MDMA ഒക്കെ അടിച്ചിട്ട് ആരെയും തോളി കയറുക, അമ്മയും അച്ഛനെയൊക്കെ വെട്ടുക. സത്യം പറഞ്ഞാൽ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക. കൂടെ നടക്കാനും കൂടെ കൊണ്ട് പിടിപ്പിക്കാനും കുറെ പേര് കാണും. പക്ഷെ അവനും ഒന്ന് കിടന്നു കഴിഞ്ഞാൽ സ്വന്തം അമ്മയും അച്ഛനും. അപ്പൊ ഉപദേശമായിട്ട് കാണണ്ട. ഒരുപാട് സന്തോഷം.